കുളിച്ചിട്ട് ഞാൻ രാവിലെ തന്നെ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ ആരായാലും നോക്ക് കുളിച്ചും കൊണ്ടിരിക്കുമ്പോഴേ വിളിച്ചണ. ഇത് നമ്മളെ പിന്നണഞ്ഞാണല്ലോ. അതെന്താ പിന്നണം പെട്ടെന്ന് കട്ടാക്കിയത്. നമുക്ക് പിന്നണഞ്ഞ് ഏതായാലും വിളിച്ചു നോക്കാം. പിന്നണം പറഞ്ഞ ബസ് കൊടുത്ത് അങ്ങോട്ട് വാ, വരുന്ന വഴിക്ക് വല്ല ഡ്രിഫ്റ്റും ചെയ്തൊക്കെ എന്നിട്ട് പറഞ്ഞേക്കണം. നമുക്ക് ഏതായാലും ചെയ്തൊക്കെ പിന്നണം പറഞ്ഞല്ലേ. അപ്പം നമ്മൾ ബസ് എടുത്തിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഞാൻ പുതിയൊരു വണ്ടി എടുത്തതാണ് ബസ്. ഏതായാലും ആൾക്കാരൊക്കെ ഇതാ കജ്ജായിട്ടുണ്ട്. ആൾക്കാർ ഞാൻ നിങ്ങളെ കയറ്റാനല്ലോ, എനിക്ക് ബെന്നിൻ്റെ ഷോപ്പൊക്കെ നോക്കാണ്ട് പോകാം. അപ്പം ഞാൻ ആദ്യം നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് നോക്കിപ്പിച്ചാൽ ബെന്നി പറഞ്ഞാൽ മതി കേട്ടോ. ഇത് അത്രയ്ക്ക് പവറൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇതിന്. പോട്ടെ വണ്ടി പോട്ടെ. തീരെ സ്പീഡൊന്നും കേട്ടോ ബസ്സിന്. ഡ്രിഫ്റ്റിങ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം നമുക്ക് ഡ്രിഫ്റ്റിങ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ബെന്നിൻ്റെ അടുത്ത് പറയാം. ബെന്നിൻ്റെ ഷോപ്പ് ഇത് എത്താനായിക്കണോ? ബെന്നി കാണുന്നതാണ്. എന്താ റോട്ടിന് നോക്കാത്ത വെച്ചാൽ റോട്ടിന് നോക്കുകയാണെങ്കിൽ അത്രയ്ക്ക് ചിലവ് ഇത്തിരി കൂടും, അതുകൊണ്ടാണ് ഗേസ്. അപ്പം ഇതിൽ നമുക്കിനി നേരെ ബസ്സിനും തീരെ സ്പീഡില്ല, അതിന് സ്കൂട്ടിയും കൂടി വേറെ സ്പീഡാക്കാരം. എന്തിനാന്നാവാം ബസ്സും കൊണ്ട് വരാൻ പറഞ്ഞത്. അവനക്കിനി വരെ ബസ് വേണോ? ഏതായാലും ചോദിച്ചു നോക്കാം. ഇന്നലെ എടുത്ത ബസ്സാണ്, ഒരാളെ അടിച്ചും ചെയ്തു. നമ്മളെ ബസ്സിനൊന്നും പറ്റിയില്ല കാര്യമായിട്ട്. വേഗം എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചോക്കാം. ആദ്യം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറി ഡ്രസ്സൊന്ന് മാറ്റട്ടെ. അതുതന്നെയാണ് ഞാൻ ഇവിടെ കാണുന്നത്. പിന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അണക്കില്ല സർപ്രൈസ് ഡ്രസ്സ് മാറ്റി കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് പോയി കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. ബെന്നിയാണെന്ന് എങ്ങനെ അറിയാം ഞാൻ പഴയ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്? അപ്പോൾ ഏതായാലും ഇവിടെ എവിടെ ബെന്നിയാണ് ഞാൻ ഒളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. ഡ്രസ്സ് മാറ്റാം. അപ്പോൾ ഡ്രസ്സ് മാറ്റി. ഏതായാലും നമുക്ക് അടിക്കും ചെന്ന് നോക്കാം. ഇവിടെ കാര്യമായിട്ട് വല്ലാതൊന്നും കാണുന്നില്ല. ബെന്നിയാണ് എന്ത് ഉദ്ദേശിച്ചത്? എന്താണെന്ന് വിളിച്ചു നോക്കാം. ഒന്നും കാണുന്നില്ല. പിന്നെയാണ് നേരെ തപ്പി തന്നെ നീഞ്ചിയും കെട്ടിയമ്മ നമുക്കൊന്ന് വിളിച്ചൊക്കെ ഇതായിരിക്കാണിത്. അത് നമ്മൾക്കില്ല തന്നെയാണ് കേട്ടോ. പക്ഷേ എനിക്കെന്താ എത്ര ഇതൊക്കെ 3 വണ്ടി ഇതെങ്ങനെ ഞാൻ ഓട്ടുക? നീഞ്ചിയും കെട്ടിയമ്മ ഇതല്ല നമ്മളെ ഫ്രണ്ടിൻ്റെ അടുത്ത് വിളിച്ചാൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ആദ്യം നമുക്ക് വിളിച്ചോട്ടോ. അപ്പം മരക്കിടക്ക് ഏതാണ് കേട്ടോ മറ്റേ ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചേക്കാം. ഓനും കേട്ടിമൻ്റെ നട്ട പറഞ്ഞിരിക്കണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നമ്മളെ ബസ് എടുത്ത് പോകാം കേട്ടോ. ഫ്രഷ് സാധനമാണ്. നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് ലൈറ്റൊക്കെ കത്തി മിനിക്കിയ സാധനം കേട്ടോ. മിന്നി തിളങ്ങണ വണ്ടിയാണ്. കൊമ്പൻ്റെക്കാളും പവറല്ല, ജയ്ഗുരുവാണിത് പറയാം. കൊമ്പ് അത്ര വലുപ്പമൊന്നും ഉണ്ടാവില്ല. ഇതേതാ ബസ്സിൻ്റെ പേര്? ശ്രദ്ധിച്ചിട്ടില്ലല്ലോ ബസ്സിൻ്റെ പേര്. അതാ നമ്മളെ ബസ്സിൻ്റെ പേര് വേറെ ഒന്നുമല്ല കേട്ടോ, സിറ്റി ബസ് RGS എന്നാണ്. കാരണം RGSൻ്റെ ഫാനാണല്ലോ നമ്മൾ. അപ്പോൾ നമ്മളെ ബസ്സിൻ്റെ പേര് തന്നെയല്ല കാരണം. അപ്പോൾ ഇനി ഏതായാലും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഈ ബസ്സിനോട് ചെറിയ ഒരു അഭ്യാസങ്ങളൊക്കെ കാട്ടും. പിന്നെ നമ്മളെ ഫ്രണ്ട് ഇതാ കൊടുത്തിട്ടുണ്ടാവും വീട്ടിൽ. അപ്പോൾ ഇനി ചെറുതായി വെറുതെ നീ റാമ്പ് ടെസ്റ്റ് വീഡിയോകൾ നടത്തണോ? ഓക്കെ നടത്തട്ടോ. എന്താ വെച്ചാൽ വെറുതെ രസമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അത്രയ്ക്ക് പോക്കുന്നില്ല, ബസ്സാണ്. ഇതിന് കയറുമെന്ന് തന്നെ ആവട്ടത്. ബസ് ഡാമേജ് ആക്കുമോ? എൻ്റെ വണ്ടി ഞാൻ ചെയ്യില്ല. എൻ്റെ വണ്ടി എങ്ങനെ ഡാമേജ് ആയാലേ നിങ്ങളെല്ലാവരും പാടെ കമൻറ്റിൽ നിങ്ങളെ പൈസ എഴുതി വിടേണ്ടി വരും. എന്നാൽ കുഴപ്പമില്ല, നിങ്ങൾ എഴുതി വിട്ടോളൂ. കമൻറ്റിൽ നിങ്ങളെ പേര് എഴുതിയിട്ടൊരു മൈനസും കൂടി ഇട്ടിട്ട് നേരെ നിങ്ങളെ പൈസ എഴുതി ഇട്ടാൽ മതി. ആന വണ്ടി ഇത് കയറാത്തട കൊടുക്ക് വണ്ടി കൊടുക്കുക. അങ്ങനെ ഒരു രീതിയിൽ ഇറക്കി കിട്ടിയിട്ടുണ്ടോ. ഈ ബസ്സിന് തീരെ ഒന്നും കയറാൻ വയ്ക്കില്ല. റാം ടെസ്റ്റ് ചാടിപ്പിച്ച് നോക്കാം. എന്ത് ഉറുമ്പ് മാതിരിയാണല്ലോ കയറണ. പിന്നെ കമൻറ്റിൽ നിങ്ങളെ ഇപ്പോൾ ഉദാഹരണത്തിന്
ഇപ്പോൾ റിയാൻ എന്ന് പറഞ്ഞ ആളാണെങ്കിൽ റിയാനിന് വേണ്ടിയിട്ടൊരു മൈനസ് ഇട്ടിട്ട് ഇപ്പോൾ ഒരു 500 റുപ്യ ബസ്സിൻ്റെ ചിലവ് തരാൻ കരുതിക്കണം 500-ന്ന് എഴുതിയിട്ടാൽ മതി. എൻ്റെ ബസ്സിന് എന്തെങ്കിലും പറ്റിയിട്ടില്ല നിങ്ങളെ ഭാഗ്യം. എൻ്റെ ബസ്സിനൊരു ഡാമേജും പറ്റിയില്ല. എന്നാലും നിങ്ങൾ വെറുതെ പൈസ ചെയ്തിട്ടോളൂ. എനിക്ക് ഏതായാലും ലാഭമല്ലേ. ബൈ. അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.